കാസർഗോഡ് മഞ്ചേശ്വരം വോർക്കാടിയിൽ മകൻ അമ്മയെ കൊലപ്പെടുത്തിയത് സ്വത്ത് തർക്കത്തെ തുടർന്ന്. അടികൊണ്ട് ഹിൽഡ മരിച്ചെന്ന്, അതായത് അമ്മ മരിച്ചെന്ന് കരുതിയാണ് കത്തിച്ചതെന്ന് മകൻ മെൽവിൻ പോലീസിനോട് സമ്മതിച്ചു. മദ്യപിച്ച ശേഷം എന്നും അമ്മയുമായി തർക്കമുണ്ടാക്കുമായിരുന്നുവെന്നും പ്രതി മൊഴി നൽകിയിട്ടുണ്ട്. സാരംഗ് സുരേഷ് വിവരങ്ങളുമായി ചേരുന്നു. സാരംഗ്, ഏറെ ഞെട്ടലോടുകൂടിയാണ് കേരളം ആ വാർത്ത കേട്ടത്. ഇപ്പോൾ പ്രതി കുറ്റം സമ്മതിക്കുന്നു എന്ന് മാത്രമല്ല, എന്താണ് അതിന് കാരണമായത്, എന്തുകൊണ്ട് അമ്മയെ കൊന്നു എന്നൊക്കെ പറയുവാണ്. എന്താണ് പ്രതിയുടെ മൊഴി? ഏതാനും മാസങ്ങൾക്ക് മുൻപ് മെൽവിന്റെ ജോലി നഷ്ടപ്പെട്ടിരുന്നു. ഇതേ തുടർന്ന് ഒരു വിഷാദ രോഗത്തിന്റെ തരത്തിലേക്ക് ഈ മെൽവിൻ പോകുന്ന ഒരു സാഹചര്യം ഉണ്ടായിരുന്നു. ഇതേ തുടർന്ന് ഇയാൾ സ്ഥിരമായി മദ്യപിക്കുന്ന ഒരു അവസ്ഥയുണ്ടായി. ഈ മദ്യപിച്ചതിന് ശേഷം വീട്ടിൽ വന്ന് അമ്മയുമായി സ്ഥിരമായി വാക്കേറ്റം ഉണ്ടാവുന്ന ഒരു കാഴ്ച അയൽവാസികൾക്കൊക്കെ തന്നെ കാണാൻ സാധിച്ചിരുന്നു. അതിന് തൊട്ടു പിന്നാലെയാണ് വീടിനോട് ചുറ്റുപാടുമുള്ള സ്ഥലവും മെൽവിന്റെ പേരിലേക്ക് എഴുതി നൽകണമെന്ന് ആവശ്യപ്പെട്ടുകൊണ്ട് അമ്മയ്ക്ക് നേരെ മർദ്ദനം മെൽവിൻ നടത്തുന്നത്. ഈ സ്ഥലം സ്വന്തം പേരിലായി കഴിഞ്ഞാൽ അത് വിൽക്കാനോ അല്ലെങ്കിൽ പണയം വെക്കാനുള്ള ശ്രമങ്ങളും മെൽവിന്റെ ഭാഗത്തു നിന്നുണ്ടായിരുന്നു. എന്നാൽ അത്തരം ശ്രമങ്ങളൊന്നും തന്നെ വിലപ്പോവാതെ വന്നതോടുകൂടിയാണ് അതിക്രൂരമായി അമ്മയെ തന്നെ മെൽവിൻ രാത്രി ഭക്ഷണം കഴിച്ച് കിടന്നുറങ്ങുകയായിരുന്ന ഹിൽഡയെ അതിക്രൂരമായി മെൽവിൻ മർദ്ദിക്കുകയായിരുന്നു. അങ്ങനെ അതിക്രൂരമായി മർദ്ദിച്ചതിന് ശേഷം കഴുത്തിലൊക്കെ തന്നെ ഞെക്കിപ്പിടിച്ച് കഴുത്ത് ഞെരിച്ച് കൊലപ്പെടുത്തുകയായിരുന്നു. അതിനുശേഷം പിന്നീട് പെട്രോൾ ഒഴിച്ച് മൃതദേഹം നശിപ്പിക്കാനുള്ള ശ്രമങ്ങളും നടത്തി. ഇതിൽ ഇവരുടെ ബന്ധുവും അയൽവാസി കൂടിയായ ലോലിറ്റ ഹിൽഡയെ പിന്തുണച്ചിരുന്നു. ഏതെങ്കിലും തരത്തിൽ മകൻ അമ്മയെ ഉപദ്രവിക്കുകയാണെങ്കിൽ പോലീസിനടുത്ത് പോലും പരാതി പറയാമെന്നുള്ള അഭിപ്രായമൊക്കെ തന്നെ ലോലിറ്റ പലയിടങ്ങളിലെ പറഞ്ഞിരുന്നു. ഇതിനോടുള്ള പക കൊണ്ടാണ് ലോലിറ്റയെ യുവാവ് ആക്രമിച്ചത്. ആര്യോഹിമ. ശരി.